ഹായ്. നമ്മളെവിടെ പോവാണ്? ഞങ്ങൾ തറവാട് വീട്ടിലോട്ട് പോവാണ്. തറവാട് വീട് എന്ന് പറഞ്ഞാൽ എവിടെയാ? കുണ്ടായിത്തോട്. ഞാൻ ജനിച്ച് വളർന്ന വീടാണ് കേട്ടോ, തറവാട് വീട്. അവിടേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇത് റെയിലിൻ്റെ അപ്പുറത്താണ് ഞാൻ താമസിക്കുന്ന വീട്. പക്ഷേ തറവാട് വീട് റെയിലിൻ്റെ അപ്പുറത്താണ്, മെയിൻ റോഡിന് അങ്ങോട്ട്. പാറു നിൽക്ക്, ട്രെയിൻ വരും, നിൽക്ക്. പണ്ട് ഞാൻ സ്കൂളിട്ട് വരുന്ന വഴിയാണിത്. പണ്ട് റെയിൽ വഴിയാണ് നമ്മൾ സ്കൂളിട്ട് ഇങ്ങനെ വരാറ് അല്ലേ പാറൂസേ? ഇങ്ങനെ ഇത് വഴി നടന്നിട്ട് ഒരു വീട്ടിൻ്റെ ഷോർട്ട് കട്ട് വഴി കയറിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. ഇപ്പോൾ മെയിൻ റോഡ് വേറെ റോഡ് വഴിയും പോകട്ടോ, പക്ഷേ ഞങ്ങളിപ്പോൾ പോകുന്നത് വേറൊരു വീട്ടിൻ്റെ ഉള്ളിലൂടെ കയറിയിട്ട് അപ്പുറത്തേക്ക് പോകുന്ന രീതിക്കാണ് പോകുന്നത്. അപ്പോൾ അതേ എൻ്റെ കൂട്ടുകാരിയുടെ വീടിൻ്റെ മുന്നിലൂടെയായിട്ടാണ് ഞാൻ ഇപ്പോൾ പോകുന്നത്. എൻ്റെ കുട്ടിക്കാലം മുതൽ എൻ്റെ കൂടെ സ്കൂളിലൊക്കെ ഒപ്പരം പഠിച്ച് വളർന്ന കൂട്ടുകാരുടെ വീട്ടിൻ്റെ മുന്നിലൂടെ പോകുന്നത്. ഈ റോഡിന് ഈ വഴി നമ്മൾ നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ ചെറിയ കുഞ്ഞി കെട്ടുണ്ട്. ആ റോഡിൽ നിന്ന് നേരെ ജസ്റ്റ് അപ്പുറത്തോട്ട് കടന്നു കഴിഞ്ഞാൽ തറവാട് വീട് എത്തിയിട്ട്. ഇതേട്ട തറവാട് വീട്. തറവാട് വീട്ടിലെ പുറത്തുള്ള ഓഫീസ് റൂമായിട്ടൊരു റൂമാണത്. പിന്നെ ഇതാണ് ഉള്ളോട്ട് കയറുന്ന വഴിയിട്ട തറവാട് വീട്ടിൽ. ഇതെന്ന് പറഞ്ഞാൽ 62 വർഷം പഴക്കമുള്ള തറവാട് വീടാണ്. അതായത് എൻ്റെ അച്ഛനും അച്ഛമ്മയും ഒക്കെ ഉണ്ടായിരുന്ന കാലത്തുള്ള ഒരു തറവാട് വീടാട്ടോ ഇത്. ഇതാണ് മെയിൻ ഹാള്. ഇത് കഴിഞ്ഞ് നേരെ റൈറ്റ് സൈഡിൽ കാണുന്ന ആ റൂമാണ്, ഒരു റൂമാണത്. അതെന്ന് പറഞ്ഞാൽ പണ്ട് പണ്ടെന്നല്ല ഇപ്പോഴത്തെ നേർച്ച വെച്ചെടുക്കാമെന്ന് പറയും. അതായത് മരിച്ചുപോയ ആളുകൾക്ക്, വീട്ടിൽ മരിച്ചുപോയ കാരണവന്മാർക്ക് നമ്മൾ നല്ല നല്ല ഫുഡുകൾ, അതായത് സ്പെഷ്യലായിട്ട് ബിരിയാണി അങ്ങനത്തെ സ്പെഷ്യൽ ഫുഡുകൾ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതാദ്യം അവർക്ക് ആ റൂമിൽ വിളക്ക് കത്തിച്ചിട്ട് വെച്ച് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ കഴിക്കുക. അതിനാണ് നേർച്ച വെച്ച റൂമെന്ന് പറയുന്നത്. അപ്പോൾ അതിപ്പോൾ എൻ്റെ വീട്ടിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ മരിച്ചതാണ്. അപ്പോൾ അച്ഛനിപ്പോഴും അച്ഛന് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഫുഡുകളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് ആദ്യം അച്ഛന് വെച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ കഴിക്കാറ്. പിന്നെ ഇതാണ് അച്ഛൻ യൂസ് ചെയ്തിരുന്ന റൂമാട്ടോ. ഇതൊരു റൂമാണ്. താഴെ ഒരു 3 ബെഡ്റൂമുകളിലും പിന്നെ പുറത്തൊരു ഓഫീസ് റൂം മാതിരിയുണ്ട് എന്ന്. അത് പണ്ട് പാപ്പനൊക്കെ കിടന്നിരുന്നുണ്ട് ആ റൂമിൽ, പുറത്ത് ആ റൂമിൽ ആദ്യമൊക്കെ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതാണ് പത്തായം. പണ്ട് പത്തായം എന്ന് പറഞ്ഞ സാധനത്തിലായിരുന്നു നമ്മൾ കിച്ചണിൽ ഈ സ്റ്റോറേജ് സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പിന്നെ ഈ പൊടികൾ, പുളി, പലഹാരങ്ങൾ, അങ്ങനെ പല സാധനങ്ങളും അതിലായിരുന്നു അന്ന് സൂക്ഷിച്ചിരുന്നു കേട്ടോ. അത് ഇവിടെ ഇല്ലായിരുന്നു, അത് മറ്റേ വേറെ അപ്പുറത്തുള്ളൊരു നേർച്ച ചെറുക്കുന്ന റൂമെന്നല്ല, ആ റൂമിൽ നിന്ന് അത് വെച്ചിരുന്നു കേട്ടോ. പിന്നെ അത് പോളിഷൊക്കെ ചെയ്തിട്ട് എന്തൊക്കെയോ പോളിഷൊക്കെ ചെയ്തിട്ടുണ്ട്. അന്ന് പണ്ട് ഈ കളറല്ലായിരുന്നു, വേറെ കളറായിരുന്നു. പിന്നെ ഇതൊരു റൂമാണ്, ഇത് അച്ഛമ്മ കിടക്കുന്ന റൂമാണ്. പിന്നെ ഇതാണ് നെല്ല് കുത്തുന്ന റൂം എന്ന് പറയാം. അതായത് നെല്ല് കുത്തുന്ന റൂമെന്നാണ് നമ്മൾ പറയുക. അതായത് ഈ റൂമിൻ്റെ ആ കോർണറിൽ ഒരു ആട്ടം വീട്ടിയിട്ട് അതിലായിരുന്നു നമ്മൾ ദോശയ്ക്ക് ആട്ടിയിരുന്നു, വെള്ളപ്പത്തിനൊക്കെ ആട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നത് കേട്ടോ. അതുകൊണ്ട് പിന്നെ അതിലിട്ടിട്ടാണ് നെല്ലൊക്കെ കുത്തിയിരുന്നത്. അതുകൊണ്ടാണ് ആ റൂമിൽ നെല്ല് കുത്തുന്ന റൂം എന്ന് പറഞ്ഞത്. പിന്നെ അതിൻ്റെ അപ്പുറത്തോട്ടുള്ള അത് അവിടെയുള്ള ബാത്റൂം, അതൊക്കെ പിന്നെ എക്സ്റ്റെൻഡ് ചെയ്തെടുത്തതാണ് കേട്ടോ. അതൊന്നും പണ്ടില്ലായിരുന്നു. പിന്നെന്ന് പറഞ്ഞാൽ ഇത് കിച്ചൺ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇപ്പുറത്തെ സ്ലാബുകളൊന്നുമില്ലായിരുന്നു. അവിടെ ആ സിങ്കിൻ്റെ ആ ഭാഗത്തുള്ള ഒരു വിറകടുപ്പ്, പണ്ടത്തെ വിറകടുപ്പ്, അതിപ്പോൾ പുകയില്ലാതെ അടുപ്പാക്കിയതാണ്. പിന്നെ ഈ സ്ലാബൊന്നും പണ്ടില്ലായിരുന്നു. അവിടേക്ക് അപ്പുറത്തോട്ട് ആ ജസ്റ്റ് സിങ്കിൻ്റെ ഓപ്പോസിറ്റ് ചെറിയൊരു സ്ലാബ് മാത്രമേ പണ്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതൊക്കെ പാപ്പൻ്റെ മോളെ കല്യാണം ഉണ്ടായിരുന്നു. കല്യാണമായപ്പോൾ, അതായത് കുറച്ച് മുന്നിട്ട്, കുറേ മോളെ കല്യാണം കഴിഞ്ഞിട്ട് ആ സമയത്ത് ഈ വീടിൻ്റെ കുറച്ച് റിനോവേഷൻ വർക്കുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹാളിലല്ല, ഉള്ളിൽ താഴത്തെ ഫ്ലോർ മൊത്തം ടൈലാക്കിയിട്ടുണ്ടായിരുന്നു. പണ്ട് കാവിയായിരുന്നു, കട്ട അതായിരുന്നു പണ്ടത്തെ നിലം എന്ന് പറഞ്ഞാൽ. പിന്നെ ഇത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കിച്ചണിൽ നിന്ന് പാത്രങ്ങളൊന്നും കഴുകില്ലായിരുന്നു, അതിനുള്ള സ്ലിങ്കോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതൊക്കെ പുറത്ത് കിണറ്റിൻകരയിൽ ഇരുന്നിട്ടായിരുന്നു പാത്രങ്ങളൊക്കെ പണ്ട് കഴുകിയിരുന്നു കേട്ടോ. പിന്നെ ബാത്റൂം അതൊക്കെ മാറ്റി ചെയ്ത കേട്ടോ. അത് പണ്ടത്തെ ബാത്റൂം, പണ്ട് കുളിക്കാൻ മാത്രമേ അവിടെ പറ്റുന്നുള്ളൂ. ടോയ്ലറ്റ് ബാക്കിൽ പിറകിലോട്ട് പോട്ടിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കിച്ചണിൻ്റെ കഥകൾ. പിന്നെ എന്ന് പറഞ്ഞാൽ നേരെ മേലോട്ട് കഴിഞ്ഞ് മേലുള്ള കോണി ഒക്കെ പണ്ടുള്ളത് തന്നെ കേട്ടോ. കോണി എന്ന് ഞങ്ങൾ പറയും സ്റ്റെയർ, പണ്ടുള്ള ഇതിന് കേട്ടോ. ഇപ്പോഴും അതിൽ മാറ്റമൊന്നുമില്ല, അതൊന്നും മാറ്റം വരുത്തിയിട്ടൊന്നുമില്ല. പിന്നെ നേരെ മേലോട്ട് പോയാൽ മേളിൽ ഒരു 3 ബെഡ്റൂം അങ്ങനെയാണ്. പിന്നെ ഒരു ഹാള് അങ്ങനെയായിട്ടുണ്ടായിരുന്നു. ഇതിൽ നേരെ കാണുന്ന റൂമിലാണ് ഞങ്ങളെ ഫാമിലി താമസിച്ചത്. ഞാനും അച്ഛനും അമ്മയും ഏട്ടനും അനിയനും, ഞങ്ങൾ 5 പേരായിരുന്നു. പിന്നെ പാപ്പന്മാർക്ക് 3 പാപ്പന്മാരുണ്ടായിരുന്നു. ഇവർക്കും 2 മക്കളുണ്ടായിരുന്നു എല്ലാവർക്കും. അങ്ങനെ ഇതൊരു പാപ്പൻ്റെ റൂമാണ്. പിന്നെ അപ്പുറത്തുള്ളത്
വേറൊരു പാപ്പൻ്റെ റൂം, അങ്ങനെയാണ് ഉപയോഗിച്ചിരുന്നിട്ടത്. പിന്നെ ഞങ്ങൾ കിടക്കുന്ന റൂമാണ് അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള റൂം, ബാക്കിയൊക്കെ ഒരു ചെറിയ ചെറിയ റൂമുകളാണ്. അന്നൊക്കെ തന്നെ ആ റൂമിൽ, ഞങ്ങളൊക്കെ കിടന്നിരുന്ന റൂമിൽ 2 കട്ടിൽ, രണ്ട് രണ്ട് അളമാര, പിന്നെ ഒരു മേശ, അത്രയും സാധനമായിരുന്നു ആ റൂമിൽ ഇട്ടിരുന്നത് കേട്ടോ. ഇതാണ് ഞങ്ങൾ കിടന്നിരുന്ന റൂം. ഇതിൽ അത്രയും സാധനം ഇട്ടിട്ട് സ്പേസ് എന്ന് പറഞ്ഞാൽ കുറച്ച് നടക്കാനുള്ള സ്പേസേ പിന്നെ അതിലുണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെയായിരുന്നു ആ റൂം സെറ്റ് ചെയ്തിരുന്നത്. പിന്നെ പിന്നെ പറഞ്ഞാൽ ഇതിൻ്റെ ചുറ്റുവട്ടത്ത് വേറെ വീടുകളൊന്നുമില്ല, അപ്പുറത്തപ്പുറത്തൊക്കെ കമ്പനികളാണ് വരുന്നത് കേട്ടോ. അങ്ങനെയൊക്കെയായിരുന്നു അന്നത്തെ ലൈഫ്. അച്ഛമ്മയ്ക്കും അച്ഛനും 4 ആൺകുട്ടികളും 3 പെൺകുട്ടികളായിരുന്നു കേട്ടോ. ഈ 4 ആൺകുട്ടിക്കും കൂടെ 8 പേരക്കുട്ടികളും, പെൺകുട്ടിക്ക് അതേമാതിരി. അങ്ങനെ ഒരു ചെറിയ പരിപാടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇവരെല്ലാവരും കൂടെ ഒത്തുകൂടിയാൽ തന്നെ നല്ല രസമായിട്ട് എല്ലാവരും കൂടെ. പിന്നെ വെക്കേഷനൊക്കെ പോകുമ്പോൾ പറയും വേണ്ട, ഞങ്ങൾ അങ്ങോട്ട് പോകും, അവരിങ്ങോട്ട് വരും, അങ്ങനെയൊക്കെ ചെയ്യുന്നിട്ട് ലൈഫ്. പിന്നെ ഇതേ ഈ കട്ട് ചെയ്യുന്നിട്ട് താഴെ ഉണ്ടായിരുന്നത്, താഴെ ഇതേ സെയിം അല്ല, ഇത് കുറച്ചും കൂടെ മിനുസുണ്ട്. താഴെയുള്ളത് കുറച്ചും കൂടെ ഹാർഡായിട്ടുള്ളായിരുന്നു, ഇത് ഇത്ര മിനുസില്ലായിരുന്നു താഴെയുള്ള കട്ട. നിലം അങ്ങനെയൊന്നുണ്ട്. അച്ഛനും അച്ഛമ്മയും പാപ്പന്മാരും ഇളവന്മാരും മക്കളെല്ലാവരും കൂടെ ആയിട്ട് നല്ല രസം കിട്ടും അന്നത്തെ കാലത്ത്. ചെറിയ ചെറിയ വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും ഒരുപാട് സന്തോഷവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ എൻ്റെ മക്കളോട് ഇങ്ങനെ അവിടുത്തെ ഒരുപാട് കഥകളൊക്കെ, കുട്ടിക്കാലത്തുള്ള ഒരുപാട് കുസൃതികളും ഒരുപാട് കാര്യങ്ങളൊക്കെ മക്കളോട് പറയുമ്പോൾ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമൊക്കെ കേൾക്കാൻ. അപ്പോൾ അതൊക്കെ മക്കൾക്ക് ഞാനിങ്ങനെ കുറേ പറഞ്ഞു കൊടുക്കും. അപ്പോൾ മക്കൾ എന്നിട്ട് പറയും, അമ്മ പറ കഥ പറ കഥ പറ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. അപ്പോൾ അതൊക്കെയാണ് ഒരു ലൈഫ്. ഇനിയിപ്പോൾ നമ്മുടെ മക്കൾക്കൊന്നും ആ ഒരു കാലഘട്ടമൊന്നും കിട്ടില്ല. ഇപ്പോൾ അവിടെ താമസിക്കുന്നത് ഒരു പാപ്പനും അവരുടെ ഫാമിലി മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി എല്ലാവരും സെപ്പറേറ്റ് വീടെടുത്തിട്ട് എല്ലാവരും മാറിയിട്ടോ. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും. അപ്പോൾ ടാറ്റാ.